ദൈവവിശ്വാസത്തിൻ്റെ തീരത്തേക്കുള്ള കാരുണ്യവാനായ ഒരു ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുള്ള മനുഷ്യരുടെ പാലായനത്തിൻ്റെ യാത്രയുടെ പേരാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ ഹജ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു മതത്തിൻ്റെ മാത്രമാണ്. നമ്മൾ പല മതത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഹജ്ജിൻ്റെ ചരിത്രം പല മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാം. അവിടെ തന്നെയാണ് മനുഷ്യരെല്ലാവരും വിശ്വസിക്കുന്ന ഒരൊറ്റ ദൈവം അത് എല്ലാവർക്കും ഒന്നാണെന്ന് തെളിയിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന സംഭവം അതൊന്ന് തന്നെയാണ്. അതിലോ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ സൂര്യൻ കാണുന്നു, ചന്ദ്രൻ കാണുന്നു, നക്ഷത്രം കാണുന്നു, അതുണ്ട്. ഒരുപാട് ദൈവങ്ങൾ വിശ്വസിക്കുമ്പോഴും ഈ ഒരു ദൈവം അവിടെ ഉണ്ടാവും. അതെല്ലാവർക്കും ഒന്നാണ്. ഇവിടെയാണ് മനുഷ്യന്മാരുടെ യൂണിറ്റി തെളിയിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട്, ഒരു തീർത്ഥയാത്രയായിട്ട് ഹജ്ജ് മാറുന്നത്. നമുക്കറിയാം ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇബ്രാഹിം എന്ന് പറയും. ഇബ്രാഹിം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാക്കിയാൽ എബ്രഹാം എന്നാണ്. ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ എബ്രഹാം എന്നാണ്. അത് സംസ്കൃതത്തിലേക്ക് മാറ്റുമ്പോൾ ബ്രഹ്മ. അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് എല്ലാ മതത്തിൻ്റെയും ഒരു യൂണിറ്റി അവിടെ കാണും. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ